ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. ജീവിതത്തിൽ വിജയിക്കുന്ന ശീലങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ചേഞ്ച് യുവർ ഹാബിറ്റ്, ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ എത്തരം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നത്? ഏതെല്ലാം ഹാബിറ്റാണ് നമുക്ക് വിജയിക്കുവാനും സന്തോഷമുണ്ടാക്കുവാനും ഇടയാക്കുന്നത്? അതിനെക്കുറിച്ച് ഇന്ന് പങ്കുവയ്ക്കാം. എന്നെ ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്, ചെറുപ്പക്കാർ വിളിക്കാറുണ്ട്, മിഡ് ലൈഫിലുള്ള ആളുകൾ വിളിക്കാറുണ്ട്. അതിൽ പലരും കരയാറുണ്ട്. എനിക്ക് ജോലിയില്ല എന്ന് കരയുന്നവരുണ്ട്, എനിക്ക് കടം വന്നു കരയുന്നവരുണ്ട്, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട്, എൻ്റെ വിവാഹ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കരയുന്നവരുണ്ട്. ഇങ്ങനെ പലരും കരയുന്നവരായി കാണാറുണ്ട്. പരാതി പറയുന്ന ആളുകളെ കാണാറുണ്ട്. ദ സർക്കിൾ ഓഫ് കൺസേൺസിൻ്റെ അല്ലെങ്കിൽ വീഷ്യസ് സർക്കിളിൻ്റെ പരാതികളുടെ ഒരു കൂട്ടം ആളുകൾ എന്നെ സമീപിക്കാറുണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്ന കാര്യം ഇതാണ്: ശരിയാണ്, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾക്ക് ജോലി വേണം. നിങ്ങൾക്ക് പണമില്ല, നിങ്ങൾക്ക് പണം വേണം. നിങ്ങൾക്ക് സമാധാനമില്ല, നിങ്ങൾക്ക് സമാധാനം വേണം. എന്നാൽ എന്ത് ആക്ഷനാണ് നിങ്ങൾ ചെയ്യുന്നത്? അതിനുവേണ്ടി എന്ത് പരിശ്രമമാണ് നിങ്ങൾ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം തന്നെ ഒരു യുവാവ്, ഏകദേശം 32 വയസ്സുള്ള യുവാവ് എൻ്റെ അടുക്കൽ വന്നു. സാറേ, ഒരു ജോലി വേണം, എനിക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്, എന്നെ കയറ്റിവിടാൻ സാധിക്കുമോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ സ്കിൽ എന്താണ്? ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നന്നായി പഠിക്കാൻ സാധിച്ചിട്ടില്ല, വേണ്ട സ്കില്ലില്ല, നന്നായി സംസാരിക്കാൻ അറിയില്ല. ഞാൻ പലപ്പോഴും ഈ ആളോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളിത് പഠിക്കണം, ഈ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ആക്ഷൻ ഇല്ലാതെ റിസൾട്ട്സിന് വേണ്ടി കൊതിക്കുകയാണ്. ആക്ഷൻ ഇല്ലാതെ റിസൾട്ട്സ് ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാകാത്തതുകൊണ്ട് പരാതി പറയുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്: ആക്ഷൻ ഈസ് ദ കീ ടു സക്സസ്. യു ആർ വാട്ട് യു ആക്ട് എന്നും പറയുന്നുണ്ട്. യു ആർ വാട്ട് യു തിങ്ക് എന്ന് പറയുന്നതിനൊപ്പം തന്നെ യു ആർ വാട്ട് യു ഡു എന്നുള്ളത് ധാരാളം ചിന്തകൾ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ആക്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കില്ല. ഈവൻ സ്റ്റീഫൻ കവേ പറയുന്നത് എങ്ങനെയാണ്? ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ടേക്ക് ദ ഫസ്റ്റ് മൂവ്. നിങ്ങൾക്ക് ധാരാളം ആഗ്രഹമുണ്ടാകാം, നിങ്ങൾ വിജയിച്ചിട്ടില്ലാത്തതുകൊണ്ട് പരാതി ഉണ്ടാകാം, ദുഃഖിക്കുന്നുണ്ടാകാം, കരയുന്നുണ്ടാകാം. ബട്ട് വാട്ട് കൈൻഡ് ഓഫ് ആക്ഷൻ യു ഹാവ് ടേക്കൺ? നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുത്തതെന്ന് ചിന്തിക്കുക. ഇംഗ്ലീഷ് അറിയുന്നില്ല എന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിൽ, കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചോ. ജോലിയില്ല എന്ന് പറഞ്ഞ് കരയുന്നെങ്കിൽ, വിലപിക്കുന്നെങ്കിൽ നിങ്ങൾ ജോലി കിട്ടാനുള്ള സ്കില്ല് ഏൺ ചെയ്തോ, അക്വയർ ചെയ്തോ? ഈ കാര്യമാണ് ചിന്തിക്കുന്നത്. ഒരു വിരൽ നിങ്ങൾ മറ്റുള്ള നേരെ ചൂണ്ടുമ്പോൾ 4 വിരലുകൾ നിങ്ങളുടെ നേരെയാണ് ചൂണ്ടുന്നത്. നിങ്ങൾക്ക് ജോലിയില്ലായിരിക്കാം, സമ്പത്തില്ലായിരിക്കാം, ഫ്യൂച്ചറില്ലായിരിക്കാം. അതിൻ്റെ കാരണം നാം ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനും കാരണം നാം തന്നെയാണെന്ന് മനസ്സിലാക്കുക. എന്ത് ആക്ഷനാണ് ചെയ്തത്? സ്റ്റീഫൻ കവേ പറയുന്നു, ടേക്ക് ദ ഫസ്റ്റ് ആക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ചിന്ത നാം വായിച്ചിട്ടുണ്ടാകും. ന്യൂട്ടൻ്റെ പ്രിൻസിപ്പിളാണ്. ആദ്യം തുടങ്ങുവാനായിട്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുവാനായിട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കും. വെൽ ബിഗാൻ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു തമാശയെ തോന്നാൻ സാധ്യതയുണ്ട്. അത് എപ്പോഴും നാം ഒരു മനോഹരമായ വാചകമായി പറയുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല. വെൽ ബിഗാൻ ഈസ് ഹാഫ് ഡൺ. നല്ല സ്റ്റെപ്പ് കറക്റ്റായി റൈറ്റ് ടൈമിൽ എടുക്കുന്നെങ്കിൽ തീർച്ചയായും മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും. അതുതന്നെയാണ് ഡേവിഡ് ഗോജിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുസ്തകത്തിൽ ജീവിതാനുഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ശക്തനായ അത്ലറ്റാണ് ഡേവിഡ് ഗോജിൻസ്. എത്രയോ കഠിനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ധാരാളം അബ്യൂസ് അനുഭവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ മുന്നേറും, ഞാൻ ശക്തനായി മാറുമെന്ന്. അപ്രകാരം ശക്തമായൊരു ആക്ഷൻ അദ്ദേഹം എടുത്തു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. ദാരിയസ് ഫോറക്സിൻ്റെ പുസ്തകമാണ് ഡു ഇറ്റ് ടുഡേ. നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ട ശേഷം നിങ്ങൾ കരയുന്ന ആളാണെങ്കിൽ, ദുഃഖിക്കുന്ന ആളാണെങ്കിൽ, വിഷമിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പരിതപിച്ചുകൊണ്ടിരിക്കാം, വിലപിച്ചുകൊണ്ടിരിക്കാം, വിഷമിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ വിജയിക്കുന്നവർ ഇന്ന് ആക്ഷൻ എടുക്കുന്നവരാണ്. ഡു ഇറ്റ് ടുഡേ. ഇറ്റ് ഈസ് ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.